വരുന്ന സഞ്ചാരികൾ ആവശ്യപ്പെട്ടാൽ അവരുടെ ചിത്രം പെൻസിൽ കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് വരച്ചു നൽകും. കയറും തെങ്ങോലയും ഒക്കെ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു കുളത്തിന് തവളക്കിണർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഒരു ചെറിയ വള്ളമാണ് ഇത്. പടിപ്പുര നിർമ്മിച്ചിരിക്കുന്നു. അത് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും വൈക്കോലും മുളയുമായ കുട്ട, വട്ടി, മുറം, മറ്റ് അലങ്കാര വസ്തുക്കൾ, ശരറാന്തൽ എന്നിവയിലെ ഒരു പരമ്പരാഗത നെല്ലിനമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന നെല്ല് പോലെ. വീണ്ടും ഒരിക്കൽ കൂടി കൊല്ലങ്കോട്ടേക്ക് പോവുകയാണ്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ നെല്ലിയാമ്പതിയുടെ താഴ്വാരത്താണ് ഈ ഒരു കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി ആനന്ദ് മഹീന്ദ്ര കൊല്ലങ്കോടിനെ നിർദ്ദേശിച്ചപ്പോഴാണ് ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യം നുകരാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരാൻ തുടങ്ങിയത്. വിശാലമായ നെൽപ്പാടങ്ങളും വരമ്പുകളിൽ വളർന്നു നിൽക്കുന്ന തെങ്ങുകളും പനകളും ഒക്കെ നൽകുന്ന പ്രകൃതിദത്ത സൗന്ദര്യത്തിന് അപ്പുറം ഈ ഓണക്കാലത്ത് ഇവിടെ വന്നപ്പോൾ മനുഷ്യന്റെ കരവിരുതും കൂടി ചേർന്നപ്പോഴുള്ള ആ മനോഹര ദൃശ്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ഈ ഗ്രാമത്തിന്റെ നിറവും ഭാവവും സൗന്ദര്യവും എല്ലാം മാറിക്കൊണ്ടിരിക്കും. മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ വന്നത് മീനച്ചൂടിന്റെ പാരമ്യത്തിൽ ആയിരുന്നു. കൊയ്ത്തു കഴിഞ്ഞ് വരണ്ടുണങ്ങിയ പാടങ്ങൾ, വരമ്പുകളിൽ മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന കരിമ്പനകളുടെ ഓലകളിൽ വീശിയടിക്കുന്ന 40 ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ള തീക്കാറ്റ്, വേനലിന്റെ വന്യ സൗന്ദര്യമായിരുന്നു അന്ന്. കൊല്ലങ്കോട് വരുന്നവർക്കുള്ള പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ചിങ്ങഞ്ചിറക്കാവ്, പെരിങ്ങോട്ടുകുളം, സീതാർകുണ്ട്, താമരപ്പാടം, ചെല്ലഞ്ചേട്ടന്റെ ചായക്കട എന്നിവയൊക്കെയാണ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് പുതിയൊരു സ്ഥലത്തേക്കാണ്, കുടിലിടം. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ മുതൽ അപൂർവ ഇനം നെല്ലുകളും കാവൽ മാടങ്ങളും ഏറുമാടവും എല്ലാം ഉൾപ്പെടുന്ന കുടിലിടത്തിന്റെ കാഴ്ചകൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്തും എന്റെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കുടിലിടത്തിൽ എത്തിയിരിക്കുകയാണ്. കൊല്ലങ്കോട് പൊള്ളാച്ചി റോഡിൽ മുതലമട കഴിഞ്ഞ് ആനമാറി എന്ന സ്ഥലത്താണ് കുടിലിടം എന്ന ഈ സംരംഭം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കയറി കാണുന്നതിന് ഒരു ചെറിയ ഫീസ് ഉണ്ട്. പഴയകാല കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായ കാർഷിക ഉപകരണങ്ങളായ കുട്ട, വട്ടി, മുറം, മറ്റ് അലങ്കാര വസ്തുക്കൾ, ശരറാന്തൽ എന്നിവയെല്ലാം ഈ കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന പല ഇനത്തിലുള്ള അരികളും പാക്കറ്റിലാക്കി ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് ഒരു മീൻകുളമുണ്ട്. മുകൾ ഭാഗം നെറ്റിട്ട് സംരക്ഷിച്ചിരിക്കുന്ന ഈ കുളത്തിൽ കുറെ മത്സ്യങ്ങളുണ്ട്. 20 രൂപ കൊടുത്താൽ ഈ കൗണ്ടറിൽ നിന്നും തീറ്റ വാങ്ങി മീനുകൾക്ക് കൊടുക്കാം. 20 രൂപ പോയാലും തീറ്റ എടുക്കാൻ മീനുകൾ മുകളിൽ വന്ന് ചാടിമറിയുന്ന കാഴ്ച വളരെ രസകരമാണ്. താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ കള്ളം പോലെ വിശാലമായ ഒരു ഭാഗത്ത് ഇലച്ചക്രം വെച്ചിട്ടുണ്ട്. പാടത്തേക്ക് വെള്ളം തേവുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണിത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുതിരവണ്ടിയും കാളവണ്ടിയും സന്ദർശകർക്ക് കാണുന്നതിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പാടത്തിന്റെ വരമ്പത്ത് പഴയ രീതിയിൽ ഓലയും മുളയും കൊണ്ട് നിർമ്മിച്ച ഒരു കാവൽ മാടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വയലിൽ നിന്ന് വീശുന്ന കാറ്റുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു ആര്യവേപ്പ് മരം, അതിനെ പോലും ഇവർ വെറുതെ വിട്ടിട്ടില്ല. അതിന്റെ ചുറ്റും ചതുരാകൃതിയിൽ മുള കൊണ്ട് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നു. ഈ കളത്തിനോട് ചേർന്ന് ഒരു ചെറിയ സ്ഥലത്ത് പ്രത്യേകതരം നെല്ല് വിളഞ്ഞു കിടപ്പുണ്ട്. ഇതിന്റെ ഓലയുടെ നിറം വയലറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നെല്ല് കാണുന്നത്. നസർബാത്ത് എന്നാണ് ഈ നെല്ലിന്റെ പേര്. മഹാരാഷ്ട്രയിലെ ഒരു പരമ്പരാഗത നെല്ലിനമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന നെല്ല് പോലെ അധികം ചിനപ്പുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിളവ് വളരെ കുറവായിരിക്കും. 120 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഈ അരിയിൽ ഒരുപാട് ആന്റി ഓക്സൈഡുകളും മറ്റ് പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ട വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയാണിത്. കളത്തിൽ നിന്നും വയലിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു പടിപ്പുര നിർമ്മിച്ചിരിക്കുന്നു. അത് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും വൈക്കോലും മുളയും കൊണ്ടാണ്. പരമ്പരാഗത രീതിയിലുള്ള ഒരു തടിയുടെ വാതിലും ഈ പടിപ്പുരയ്ക്കുണ്ട്. ഇവിടെ ഒരു ഏറുമാടം നിർമ്മിച്ചിട്ടുണ്ട്. മുളയും കയറും തെങ്ങോലയും ഒക്കെ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
ഈ ഏർമാടത്തിന്റെ മുകളിൽ നിന്നും താഴത്തെ വിശാലമായ വയലിന്റെയും ആ വയലിന്റെ അതിരിൽ നിൽക്കുന്ന തെങ്ങുകളുടെയും അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളുടെയും കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കൂ. ഇവിടെ വന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് ദാ ഇവിടെ ഇരുന്ന് ഇദ്ദേഹം പെൻസിൽ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പേര് സുന്ദർ എന്നാണ്. ഇദ്ദേഹം ഇവിടെ വരുന്ന സഞ്ചാരികൾ ആവശ്യപ്പെട്ടാൽ അവരുടെ ചിത്രം പെൻസിൽ കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് വരച്ചു നൽകും. ഇതിന് അദ്ദേഹം വാങ്ങിക്കുന്നത് ഒരു ചെറിയ ഫീസാണ്. ഒരാളുടെ ചിത്രം വരയ്ക്കുന്നതിന് 150 രൂപയാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്. ഈ കളത്തിനോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു ജലാശയമുണ്ട്. 40 അടി താഴ്ചയുള്ള ഈ ഒരു കുളത്തിന് തവളക്കിണർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. കളത്തിൽ നിന്നും താഴെ വയലിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് കുട്ടനാട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരു ചെറിയ വള്ളമാണ്. ഇത് വയലിന്റെ വരമ്പത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വയലിന്റെ നടുക്ക് ചില മാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ മാടങ്ങളിൽ ഇരുന്ന് നല്ല കാറ്റുകൊള്ളാം. പ്രകൃതി സുന്ദരമായ ഒരു പശ്ചാത്തലത്തിൽ ഫോട്ടോകൾ എടുക്കാം. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സഞ്ചാരികൾ കുടുംബസമേതം തന്നെ എത്തിയിരിക്കുന്നു. കൊല്ലങ്കോടിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അതൊരു കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. അടുത്ത വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.